ഹലോ. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൊക്കൈഡാമയാണ്. ജപ്പാനീസ് ഡെക്കറേറ്റീവ് ഇൻഡോർ പ്ലാന്റ് ആർട്ട് ഫോമിന് പറയുന്നതാണ് കൊക്കൈഡാമ. കൊക്കൈഡാമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ പോത്തോസ്, പീസ് ലില്ലി, ഫേൺസ് അതുപോലത്തെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് ഫേൺസ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട്. നമുക്ക് നമ്മുടെ മുറ്റത്തുള്ള ചെടികളെല്ലാം യൂസ് ചെയ്യാം, പക്ഷെ അത് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ കൊക്കൈഡാമ ഇൻഡോറിൽ പ്ലേസ് ചെയ്താൽ നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചാണകം, നല്ല മോയ്സ്ചർ ആയിട്ടുള്ള ചാണകം എടുക്കുക. അത് എപ്പോഴും നമ്മൾ ചാണകം എടുക്കുമ്പോൾ ഡ്രൈ സ്റ്റേറ്റിലുള്ള എടുക്കാൻ നോക്കരുത്, കാരണം ഇതിൽ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ മണ്ണ് എടുക്കും, പിന്നെ അതുപോലെ ചകിരി വാട്ടർ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ചകിരി വളരെ കുഞ്ഞിതാക്കിയിട്ട് ചകിരിച്ചോറായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോട്ടൻ്റെ ഒരു ക്ലോത്ത്, അതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത അതേ പായൽ തന്നെയാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫേൺസ് ടോപ്പിൽ നമ്മൾ പറഞ്ഞില്ല ആദ്യം ചെടികൾ, അതിന് വേണ്ടി ഫേൺസ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ട്വിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ നൂല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങാം. ആദ്യം നമ്മളിവിടെ ഈ മിക്സ്ചർ എടുക്കുമ്പോൾ ചകിരിച്ചോറും മണ്ണും ചാണകവും എപ്പോഴും 1:1:1 പ്രപ്പോർഷനിലായിരിക്കണം. അപ്പം നമ്മൾ ആദ്യം മണ്ണെടുക്കാൻ പോവാണ്. മണ്ണ് നമ്മൾ എടുത്തു. മണ്ണും ലേശം മോയ്സ്ചറൊക്കെ ഉള്ള മണ്ണ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ മണ്ണിന്റെ പുറമേലേക്ക് ആണ് നമ്മൾ അടുത്തതായിട്ട് ചാണകം ആഡ് ചെയ്ത് കൊടുക്കാം. ചാണകം ഞാൻ ആദ്യമേ പറഞ്ഞു ഡ്രൈ സ്റ്റേറ്റ് അല്ല, മോയ്സ്ചർ ഉള്ളതാണ്, ലേശം നനവുള്ളതാണ്. അതിന് മുകളിലേക്ക് നമ്മൾ ചകിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിന് ചകിരിച്ചോറ് എന്നാണ് പറയാ. അതിനുശേഷം ഇതെല്ലാം കറക്റ്റായിട്ട് ഇവൻലി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. കറക്റ്റ് പ്രപ്പോർഷനിൽ എല്ലായിടത്തും എല്ലാം ഉണ്ടാവാൻ പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. നല്ലപോലെ മിക്സ് ആയെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ മണ്ണ് മാത്രമുള്ള പോർഷനിലാണെങ്കിൽ ആ ഷേപ്പ് അങ്ങനെ തന്നെ നിന്നോളണം എന്നില്ല. അപ്പൊ നമ്മൾ ഏറെക്കുറെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ആ മിക്സ് ആയിട്ടുള്ളതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഓവറായിട്ട് ഇല്ലാതിരിക്കാൻ നോക്കുക. ആ വെള്ളം അതിന്റെ കൺസിസ്റ്റൻസി, നമുക്കൊരു ബോൾ പോലെയാണ് ഇപ്പോൾ ആക്കിയെടുക്കുന്നത്. പല ഷേപ്പിലും ഉണ്ടാക്കാം, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ആ ബോളിന് വേണ്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് ബോളാക്കാൻ പാകത്തിന് വേണം ചെയ്യാൻ. അങ്ങനെ നമുക്ക് ബോളുള്ള ഷേപ്പ് നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ ചെറിയ കൊക്കൈഡാമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബോൾ ഷേപ്പ്. കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമ്മളത് സെന്ററിൽ വെച്ചിട്ട് ഒന്ന് പകർത്തി കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് പകർത്തുക. ഇപ്പൊ ഞാൻ പകർത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് അടർന്നിട്ടുണ്ട്, എന്നാലും നിങ്ങൾ പകർത്തുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം വേരോട് കൂടിയിട്ട്, വേരിൽ മണ്ണൊന്നും പാടില്ല, വേരോട് കൂടിയിട്ട് നമ്മൾ ആ ഫേൺസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ശരിക്കും പ്രസ് ചെയ്ത് അതിനെ പഴയ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അപ്പൊ ഇതാണ് അങ്ങനെ ചെയ്തതിന് ശേഷമുള്ള രൂപം. ഇനി നമുക്ക് ആ ബോളിന്റെ ഷേപ്പ് നല്ല ഫിനിഷ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഒരു നോർമൽ ഒരു വേസ്റ്റ് കോട്ടൺ തുണി എടുക്കുക. അതിന്റെ മുകളിലായിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഷേപ്പ് അങ്ങനെ തന്നെ ഒന്ന് പ്രിസർവ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ ഭാഗവും ഫില്ലാവാൻ പാകത്തിന് നമ്മൾ അതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോൾ മണ്ണ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാനും നോക്കണം. അപ്പൊ ഫുൾ ലെങ്ത്തിൽ നമ്മളത് ചുറ്റി കൊടുത്ത് അവസാനം ഇതാണ് നമ്മൾ ആ ക്ലോത്ത് കൂടെ ചുറ്റി കൊടുത്തപ്പോഴുള്ള ഇതിന്റെ അവസ്ഥ. ഇപ്പൊ തന്നെ കാണാൻ ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ഈ തുണിയുടെ മുകളിൽ നമ്മൾ തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന നൂലില്ലേ, ആ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ നൂലതിലിരുന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഈ പായൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഓരോ പീസായിട്ട് എടുത്തിട്ട് അതിന്റെ ടോപ്പിൽ വെച്ച് നമ്മൾ അതിനെ ഫില്ല് ചെയ്ത് ഓരോ പീസും വെച്ച് അഡ്ജസന്റ് ആയിട്ട് 2-3 പീസായി കഴിയുമ്പോൾ നമ്മൾ
നൂല് കൊണ്ട് അത് ഒന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ അടുത്ത പീസുകൾ വെക്കുക. എപ്പോഴും അതിനോട് യോജിച്ച് മാച്ചായിട്ടുള്ള രീതിയിൽ അത് നല്ല ഫിനിഷ് കിട്ടാൻ പാകത്തിനുള്ള പീസസ് വെക്കാൻ നോക്കുക. ഓരോ പീസ് വെക്കുമ്പോഴും അത് ഫിക്സ് ചെയ്യാൻ പാകത്തിന് ഒന്ന് നൂല് വെച്ച് ചെറുതായിട്ട് ചുറ്റി കൊടുത്ത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ നൂല് ഇവിടെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നൂല് അതിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഫുള്ളായിട്ട് ആ നൂല് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചുറ്റി കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അതിൽ ഗ്രിപ്പ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൂല് വെച്ച് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇപ്പൊ കാണുമ്പോൾ അതിൽ ഒരു നല്ലൊരു ഫിനിഷ് ഒന്നും തോന്നില്ല. കാരണം നമ്മളിപ്പോൾ എവിടെയോ ഇരുന്ന പായലുകളെ ഇളക്കി പറിച്ചു കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ വെച്ചതാ. അപ്പോൾ അതിന്റെ ഒരു എങ്കുണിപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഇരിക്കും തോറും ആ മണ്ണായിട്ട് ആ പായൽ സെറ്റ് ആയി കഴിയുമ്പോൾ ഇത് നല്ല ഗ്രീൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഡോർ ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് മാറും. ഇതിന്റെ കൂടെ നിങ്ങൾ കാണുന്നത് ഞങ്ങളൊരു 1 വീക്ക് മുന്നേ ചെയ്ത കൊക്കൈഡാമയാണ്. അതിൽ ചെറിയ കളർ വ്യത്യാസം ഉണ്ട്, പക്ഷെ അത് കേട് വന്നതൊന്നുമല്ല. അത് നമ്മുടെ മണ്ണായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ സമയത്ത് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് പ്രോപ്പറായിട്ട് ശരിയായി വരികയാണ് ചെയ്യുക. ഇത് നമുക്ക് ഇൻഡോറിൽ ഹാങ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാൻഡിലോ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിൽ വാട്ടർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലേ സ്പ്രേ ആയിട്ട് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലും പ്രശ്നമാണ്. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള സ്ഥലത്ത് വയ്ക്കാനും നോക്കണം.